അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന വാർത്ത വരുന്നു. വെറ്റിലപ്പാറ സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അച്ചുവിനെയാണ് കാണാതായത്. കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. MS ലിഷോയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിഷോയ്, എപ്പോൾ മുതലാണ് ഈ കുട്ടിയെ കാണാതായത്? ഇന്ന് വൈകുന്നേരമാണ് ഈ കുട്ടി ട്രൈബൽ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നും പുറത്തേക്ക് പോയത്. തുണി അലക്കാനുണ്ട് എന്ന് ഈ ഹോസ്റ്റലിലുള്ളവരോട് പറഞ്ഞ് ആണ് പുറത്തേക്ക് പോയത്. പക്ഷെ പിന്നീട് തിരികെ വന്നിട്ടില്ല. ഇന്ന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂളിൽ പോയിരുന്നു. ഈ അച്ചുവും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഈ വനപ്രദേശത്തിനോട് ചേർന്ന ഒരു വാട്ടർ ടാങ്കിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ പിന്നീട് അധ്യാപകരാണ് അവിടെ നിന്നും ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അതായത് സ്കൂളിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഈ കുട്ടിയെ വീണ്ടും കാണാതായത്. എന്തായാലും ഈ ഒരു കുട്ടിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ വനപ്രദേശത്ത് നടക്കുന്നുണ്ട്. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അതിരപ്പള്ളി ഭാഗത്തുള്ള ഒരു ഉന്നതിയിലെ കുട്ടിയാണ്. ഈ കുട്ടി ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് പഠിച്ചിരുന്നത്. ഇന്ന് വൈകുന്നേരത്തിന് ശേഷം പിന്നീട് പുറത്തേക്ക് പോയതിനു ശേഷം രാത്രി തിരികെ ഈ കുട്ടി ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടില്ല. ലിഷോയ്, അതിരപ്പള്ളിയിൽ തന്നെയുള്ള ഉന്നതിയിലെ കുട്ടിയാണല്ലേ? അപ്പോ അവിടേക്കെങ്ങാനും പോയതായിട്ടോ, അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ മറ്റും? വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസും വനംവകുപ്പും ഒക്കെ തന്നെ ആദ്യമായി ഈ കുട്ടിയെ കാണാനില്ല എന്ന വിവരം ലഭിച്ചപ്പോൾ ആ സമയത്ത് തന്നെ കുട്ടിയെ തിരഞ്ഞത് വീട്ടിലാണ്. പക്ഷെ വീട്ടിലുണ്ടായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തുമൊക്കെ തന്നെ വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, എന്തായാലും അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി അച്ചു എന്നാണ്. തുണിയലക്കാനായി പോവുകയാണെന്ന് പറഞ്ഞതാണ്. പിന്നീട് കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ വനംവകുപ്പും പോലീസും ചേർന്ന് വ്യാപക തിരച്ചിലാണ്. വനപ്രദേശത്ത് അടക്കം തിരച്ചിൽ തുടരുകയാണ്. MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്. കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്.